എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലെ ഓണം സീരീസിലേക്ക് സ്വാഗതം. ഞാൻ മീനു. ഓണസദ്യയിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു വിഭവമായ കിച്ചടിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. പലതരം കിച്ചടികളുണ്ട്. അതിൽ ബീട്രൂട്ട് കിച്ചടിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ സാധിക്കും. ഞങ്ങളുടെ മറ്റ് ഓണം റെസിപ്പികൾ ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഒരു വലിയ ബീട്രൂട്ട് തൊലി കളഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ വേവിച്ചത് ഞാനിവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി കിച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, ഒരു പച്ചമുളകിൻ്റെ പകുതി, ആവശ്യത്തിന് ഉപ്പ് ഇവയൊന്ന് ചേർത്ത് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒതുക്കിയെടുക്കാം. ഇത് ഈ രീതിയിൽ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈരും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. വെറും 2 മണിക്കൂർ കൊണ്ട് കുക്കറിൽ എങ്ങനെ കട്ടത്തൈര് തയ്യാറാക്കാമെന്നതിൻ്റെ വീഡിയോ ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ്. ഇനി അരച്ചെടുത്തിരിക്കുന്നത് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ താളിക്കൽ മാത്രമാണുള്ളത്. അതിനായി ഒരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കിച്ചടി ഒരു നാടൻ വിഭവമാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ താളിച്ചെടുത്തത് കിച്ചടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണിത്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വെറും 5 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് എങ്ങനെ ഒരു ഫുൾ സദ്യ തയ്യാറാക്കാമെന്നതിൻ്റെ വീഡിയോ ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഓണം റെസിപ്പിയുമായി ഉടൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.